ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മധുസൂദനനും അതുപോലെ തന്നെ മഹിമയും കൂടിയിട്ട് തൻ്റെ മകളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് വർഷയെ. അങ്ങനെ വർഷയെ കണ്ട് അവരങ്ങനെ വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ കൂടെ ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത് പറയണം, അവൾ അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ ഒരു സന്തോഷം കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പറയാണ്, പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുമോ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ അവരങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മോളെ, നീൻ്റെ മുഖം എന്താ വല്ലാതെ വാടിയിരിക്കുന്നത്? നീ എന്താ ശരിക്കും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? നിനക്ക് വിറ്റാമിൻസ് ഉള്ള ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് മഹിമ വർഷയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം എല്ലാവരും അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു ഇഷ്ടക്കേട് തോന്നുകയാണ്. ഇവിടെ ഒന്നും കുടിക്കാനും കഴിക്കാനും ഇല്ല എന്നുള്ള രീതിയിൽ മഹിമ വരുത്തി തീർക്കുകയാണ്. അപ്പം ആ സമയത്ത് മധുസൂദനൻ പറയുന്നുണ്ട്, മഹിമേ, നിന്നോട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഇവിടെ വേണ്ട. കാരണം നീ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്കല്ലേ അത് വിഷമാവാ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല മധുവേട്ടാ, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും ഒന്നും പറയണ്ട. അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾ നല്ല ഹാപ്പിയാണ്. പിന്നെ ഇങ്ങനെയുള്ള സമയത്തൊക്കെ അത് ഇത്തിരി ക്ഷീണമൊക്കെ കാണും, അതങ്ങനെയല്ലേ എന്നിങ്ങനെ പറഞ്ഞ് മധുസൂദനൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ മനസ്സിൽ കരുതാണ്, ഇയാൾ ശരിക്കും മാറിയോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയാണ്, അവൾ ഇവിടെ ഹാപ്പിയാണ്, പിന്നെ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് രേവതി മോളാണ് എന്നും പറയുകയാണ്. രേവതിയുടെ കയ്യിലാണ് അവൾ ഉള്ളത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എന്തായാലും മോളുടെ കുഞ്ഞ് ഭാഗ്യം കൊണ്ടുവരുന്ന കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ, അതുകൊണ്ടാണല്ലോ നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. എന്ത് നല്ല കാര്യം എന്ന് പ്രത്യേകിച്ച് ചന്ദ്ര ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ, ഇവർ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോകല്ലേ എന്ന് പറയുന്നുണ്ട്. എത്ര നാളായി എൻ്റെ മരുമകനോട് ഞങ്ങൾ പറയുന്നു, പക്ഷേ അവനത് കേൾക്കാതെ നിൽക്കായിരുന്നു. ഇപ്പം എന്തായാലും അവനത് സമ്മതിച്ചല്ലോ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് മോളെ വർഷേ, ഞങ്ങൾ എന്തായാലും നിനക്ക് വേഗം തന്നെ അത് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മധുസൂദനൻ ശ്രീകാന്തിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എത്ര പണം വേണമെങ്കിലും ഞങ്ങളിപ്പോൾ വന്നത് വേറെ ഒന്നിനും കൂടിയാണ് എന്ന് പറഞ്ഞ് ആദ്യങ്ങെടുത്ത മഹിമ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാ മോളെ വർഷ, നീയും വായോ എന്നും പറഞ്ഞ് വർഷയും വിളിച്ച് ശ്രീകാന്തിൻ്റെ അരികിൽ നിർത്തുകയാണ്. എന്നിട്ട് മധുസൂദൻ്റെ കയ്യിൽ മഹിമ ആ ചെക്ക് കൊടുക്കുകയാണ്, 20 ലക്ഷം രൂപ എഴുതിയ ചെക്ക്. അപ്പോൾ ഇന്നാ മോനെ, ഇത് നീ വെച്ചോ, നീ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പൈസയ്ക്ക് ആവശ്യമില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയുടെ മുഖത്ത് വല്ലാത്ത തെളിച്ചം, അതുപോലെ തന്നെ രവീന്ദ്രനെ ആയാലും അതുപോലെ രേവതിയുടെ ആയാലും അവരുടെ രണ്ടുപേരുടെ മുഖത്ത് ഒരു ചെറിയ ടെൻഷൻ. അപ്പോൾ സച്ചി ഇല്ലട്ടോ അവിടെ, സച്ചിയും സുജിയൊന്നും അവിടെ ഇല്ല. അങ്ങനെ ആ സമയത്ത് അവൻ മേടിക്കുന്നില്ല. അവൻ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് ഈ പൈസ ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. അപ്പം അതെന്താ മോൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെയല്ലേ, പിന്നെ എന്താന്ന് എനിക്കിത് വാങ്ങിയാലെന്ന് മധുസൂദനൻ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയം രവീന്ദ്രൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അവന് സ്വന്തമായി അധ്വാനിച്ച പൈസ കൊണ്ടായിരിക്കണം അവന് റെസ്റ്റോറൻറ്റ് പണിയേണ്ടത്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, മോനെ നീ അതൊന്നും നോക്കണ്ട. അപ്പോൾ വർഷ പറയാണ്, എന്നാൽ ഇപ്പം അടുത്തൊന്നും അത് നടക്കില്ല എന്നും വർഷ പറയുന്നുണ്ട്. നീ അത് വാങ്ങിച്ച മോനെ, നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, നീ അത് വാങ്ങിക്കുക. എത്ര നാളെന്ന് വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ കീഴിൽ പണിയെടുക്കുന്നത്? രവിയേട്ടാ മേടിക്കാൻ പറ അവനോട് എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ വാങ്ങിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മധുസൂദനൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ പോട്ടെ വർഷമോളെ, നീ വാങ്ങിച്ചോ എന്ന് അങ്ങനെയല്ല, നമ്മുടെ വർഷ പറയുകയാണ്, ഞാൻ വാങ്ങിച്ചോളാം അച്ഛൻ അതിങ്ങൾ തന്നേക്ക്, ഞാൻ അവനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ശരി മോളെ എന്ന് പറഞ്ഞ അപ്പോൾ വർഷ ആ ചെക്ക് വാങ്ങിക്കുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രയുടെ മുഖത്ത് ഭയങ്കര തെളിച്ചം, ഭയങ്കര ചിരി. എന്തായാലും രേവതി പറയുന്നുണ്ട്, ഇത് ഇയാളുടെ പുതിയ അടവാണ്, ഇയാൾ മാറിയിട്ടൊന്നുമില്ല, ഇയാൾ വേറെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം മധുസൂദനൻ പറയാണ്, നമുക്കന്ന് ഇറങ്ങിയാലോ എന്ന് ഇവള് ചോദിക്കുന്നുണ്ട്. മഹിമ ചോദിക്കുമ്പോൾ 2 ദിവസം മോളുടെ കൂടെ നിന്നിട്ട് പോയാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് മോളുടെ കൂടെ നിൽക്കാൻ വലിയ ആഗ്രഹം തോന്നുന്നു എന്ന് മധുസൂദനൻ പറയാണ്. അപ്പോൾ ഇവിടെ നിൽക്കാനോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് മഹിമ. നമുക്ക് പിന്നീട് നിൽക്കാം, എന്നാൽ മോളെ അങ്ങോട്ട് വിട്ടാലും മതി, മോളെ എന്നാൽ അവിടെ കൂടെ നിർത്തിയിട്ട് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞയക്കാം, മോളുടെ കൂടെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് മധുസൂദനൻ പറയുമ്പോൾ എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ വർഷയും വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇവിടെ അച്ഛൻ നിന്ന് കഴിഞ്ഞ് സച്ചേട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതിലും ഭേദം വീട്ടിൽ പോയി നിൽക്കാം എന്ന് കരുതുകയാണ്. അപ്പോൾ പൊക്കോട്ടെ ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പൊയ്ക്കോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന്, ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ അവരെ കൂടെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ
ഇവിടെ പുതിയ വീടൊക്കെ എടുത്ത് കൊടുത്തിരിക്കുകയാണ് അമ്മയ്ക്കും മകനും. അപ്പോൾ മകന് ഓടി വരികയാണ്. ആദ്യം വീടൊക്കെ ചുറ്റൊക്കെ ഒന്ന് കണ്ട് വീട്ടിലേക്ക് ഓടി വന്നിട്ട് അമ്മ സൂപ്പർ വീടാട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പാല് തിളച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് സ്കൂളിൽ ചേർക്കാമെന്ന കാര്യവും നമ്മുടെ ശ്രുതി പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പാലൊക്കെ ഇങ്ങനെ കൊടുക്കണ സമയത്ത് പറയുകയാണ്, അതെ അമ്മേ ഇവനെ ആദ്യം ശ്രദ്ധിക്കണം, ആദ്യം പുറത്തേക്കൊന്നും വിടരുത് കേട്ടോ. പിന്നെ തന്നെയല്ല ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെ ചുറ്റുവട്ടത്തൊന്നും ഇല്ലാത്തതിന് രാവിലേക്കായാലും അമ്മ ശ്രദ്ധിക്കണം. പിന്നെ രാത്രി നേരത്തോടെയൊക്കെ ഉറങ്ങണം. ആര് പരിചയക്കാർ കണ്ടു കഴിഞ്ഞാൽ അമ്മ സംസാരിക്കാനോ നിൽക്കണ്ട, ഇങ്ങനെ ഒരു മകൾ അമ്മയ്ക്കുണ്ടെന്ന് മറ്റാരോടും പറയണ്ട എന്നൊക്കെ കുറേ നിബന്ധനകൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അത് ശരി, ഇതിലും ഭേദം ഞങ്ങളെ വല്ല ജയിലിലും കൊണ്ടിട്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ കാര്യം നോക്കി നിന്നാൽ എനിക്ക് ശരിയായിരുന്നു, നിനക്കപ്പോൾ ഇവിടെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നിന്നാൽ എനിക്ക് അങ്ങോട്ട് സുധിയുടെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല, അതിനും കൂടി ഞാൻ ശ്രമിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ ശ്രീകാന്ത് വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് രേവതി വരികയാണ്. എന്ത് പറ്റിയടാ, വർഷ പോയത് നിനക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, വർഷ പോയതിലല്ല, അവളിഞ്ഞ് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും എന്നുള്ളൊരു, അപ്പോൾ ആ ഒരു പേടി എനിക്കുമുണ്ട് എന്ന് രേവതിയും പറയാണ്. നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കണ്ട, നീ വർഷയുടെ അരികിൽ പൊക്കോ, നിന്റെ അരികിലാവുമ്പോൾ അവൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിന്റെ ശ്രദ്ധ ഉണ്ടാകുമല്ലോ. അപ്പം ഞാൻ അവിടെ പോയി നിൽക്കാനോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, 2-3 ദിവസത്തെ കാര്യമല്ലേ, നിന്റെ ഭാര്യയുടെ വീടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശരിയായിട്ട് എന്നാൽ അതുപോലെ ചെയ്യാം. അപ്പോഴേക്കും ചന്ദ്ര എവിടേക്ക് വരും, നീ എവിടേക്ക് പോകുന്ന കാര്യമാ പറയുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, വർഷയുടെ വീട്ടിലിട്ട് പോയി നിൽക്കുന്ന കാര്യമാ. അതെന്തായാലും നന്നായി, അല്ല നീ ഇന്ന് പോയിട്ട് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇല്ല, 2-3 ദിവസം കഴിഞ്ഞിട്ട് വർഷനായിട്ട് കൂടെ വരാമെന്ന് പറയുമ്പോൾ, നീ 2-3 ദിവസം കഴിഞ്ഞിട്ടോ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് എത്ര വേണമെങ്കിലും നീ അവിടെ നിന്നോ. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ ഇടക്കിടക്ക് പൈസ വാങ്ങിയിട്ട് നിന്റെ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ നീ കൊണ്ടുപോകണം, നല്ല രീതിയിൽ തഴച്ച് നീ വളർത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. എടാ, നിനക്ക് നിന്റെ അച്ഛൻ്റെ സ്വഭാവമാണ്, നിന്റെ അച്ഛൻ ഇങ്ങനെയാണ്, ഒരാളോട് ഒരു പൈസ ചോദിക്കുകയില്ല, ഒരു കാര്യം ചെയ്യേയില്ല. പക്ഷേ നിനക്ക് എൻ്റെ സ്വഭാവമാണ് കിട്ടിയതെങ്കിൽ നീ നല്ല രീതിയിലായേനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നത്, അമ്മ എന്താ കോമഡി പറയാണോ എന്നും ചോദിച്ചിട്ട് ചിരിച്ച് അങ്ങോട്ട് കളിയാക്കി പോവുകയാണ്. ഇവരെന്തിനാ ചിരിക്കുന്നത്? അപ്പോൾ അപ്പുറം നിന്നിട്ട് രേവതിയും ചിരിക്കുന്നുണ്ട്. നീ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അമ്മ ഇത്രയും വലിയ കോമഡിയൊക്കെ പറയും, എൻ്റെ വിചാരം അമ്മയ്ക്ക് ചീത്ത പറയാൻ മാത്രമേ അറിയുള്ളൂ എന്നാണ്, ഇത്രയും കോമഡിയൊക്കെ പറയുന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവൾ അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് നമ്മുടെ വർഷയുടെ വീട്ടിലേക്ക് വരികയാണ്. വർഷയാണെങ്കിൽ സ്റ്റെയർ കേസിൽ നിന്നിട്ട് താഴോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കുകയാണ് അവിടുന്ന് ചാടാനാണോ എന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെന്ന് അവളെ പിടിക്കുകയാണ്, വേണ്ട വർഷ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വർഷ, നീ ഒന്ന് വിട്ടേ എന്നെ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട്, നീ എന്താ വിചാരിച്ചത് ഞാൻ താഴേക്ക് ചാടി എൻ്റെ കുഞ്ഞിനെ കളയുന്നു? എന്താടാ, ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് മാത്രമല്ല ഞാനും കൂടി പോകുന്നില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് വർഷ. അല്ല, നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്കറിയാം നീ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളത്, അറിയാലോ, പിന്നെ എന്തിനാ നീ ചോദിക്കുന്നത് എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും മധുസൂദനും മഹിമയും കൂടി അവിടേക്ക് വരികയാണ്. മരുമോന് വന്നോ, എപ്പോൾ എത്തി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഇവനില്ലാതെ കുറച്ച് ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാന്ന് വെച്ചപ്പോൾ അവൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് ശല്യമായിട്ട് വന്നു എന്ന് തമാശ പറയുമ്പോൾ മഹിമ പറയാണ്, മോൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു മോന് അവിടെ ആക്കി പോകുന്നതിൽ, എന്തായാലും മോളുടെ സങ്കടം തീർന്നല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്